സ്നേഹമുള്ള ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല കേട്ടോ, നമ്മുടെയൊക്കെ മക്കൾ എങ്ങനെയാണ്? ഫുൾ ടൈം ഇൻ്റർനെറ്റ് നോക്കിയിരിക്കുന്ന കുട്ടികളാണോ, അതോ മൊബൈൽ കയ്യിൽ നിന്ന് പോലും മാറ്റാതെ നിൽക്കുന്ന കുട്ടികളാണോ നിങ്ങൾക്കുള്ളത്? പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രതീതിയാണ്, ഇന്നത്തെ തലമുറയുടെ ഒരു പ്രത്യേകത കൂടിയാണ്. 1 വയസ്സുണ്ടെങ്കിലും 2 വയസ്സുണ്ടെങ്കിലും കയ്യിലെപ്പോഴും ഒരു മൊബൈൽ വേണം. മൊബൈൽ ഇല്ലാതെ അവർക്ക് പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഒരു കരയുന്ന കുട്ടിക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ പണ്ടൊക്കെ കരച്ചിൽ നിർത്തുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കരയുന്ന കുട്ടിക്ക് പാല് കൊടുത്തിട്ട് യാതൊരു ബലവും ഇല്ല. അന്ന് ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു മൊബൈൽ കൊടുക്കാവോ, ആ നിമിഷം കരച്ചിൽ നിർത്തും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുന്നു ഇന്നത്തെ തലമുറ. പക്ഷേ ഇവിടെ വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഈ അടുത്ത കാലത്ത് വിശുദ്ധനായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ഈ സെപ്റ്റംബർ 7-ാം തീയതി വിശുദ്ധ കാർലോ അക്വിറ്റീസിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു 15 വയസ്സുകാരനെ വിശുദ്ധനാക്കിയത് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ? പ്രധാനമായിട്ട് 2 അത്ഭുതങ്ങളാണ് കാർലോയെ വിശുദ്ധനാക്കുവാൻ വേണ്ടി എടുത്തു കാണിച്ചത്. പക്ഷേ അതിലൊന്നും പെടാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ദിവ്യകാന്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്ത്, വെറും 15 വയസ്സുള്ള ഒരു കുട്ടി ചെയ്ത് 7-ാമത്തെ വയസ്സിലാണ് ആൾ ഈ വെബ്സൈറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ചെടുത്തതിന് ശേഷം അത് തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഇതുവഴി എങ്ങനെ സമൂഹത്തെ ബോധവാന്മാരാക്കാം, ഇതുവഴി എങ്ങനെ സമൂഹത്തിന് ആവശ്യമായത് പകർന്നു കൊടുക്കാമെന്നാണ് ആ കുട്ടി ചിന്തിച്ചത്. വെറും 7 വയസ്സുകാരനാണെന്ന് ഓർക്കണം. ആ 7 വയസ്സുകാരൻ അവിടെ തൊട്ട് പിന്നീട് ചെയ്യുന്നത് എന്താണ്? ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അത് എന്തിനു വേണ്ടിയാണ്? പ്രത്യേകിച്ചും ദിവ്യകാന്യവുമായിട്ട് ബന്ധപ്പെട്ട അത്ഭുതങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരു വെബ്സൈറ്റാണ്. 15 വയസ്സിലാണ് രക്താർബുദം വന്ന് കാർലോ മരിക്കുന്നത്. പക്ഷേ ആ 15 വയസ്സിൻ്റെ ഇടയിൽ അവൻ്റെ പ്രായത്തിലുള്ളവർക്കും അതുപോലെ തന്നെ അവനേക്കാൾ മുതിർന്നവർക്കും വേണ്ടി നൽകാവുന്നതെല്ലാം ഈ ലോകത്തിന് നൽകിയിട്ടാണ് കാർലോ ഈ ലോകത്തു നിന്ന് വിട പറയുക. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ മൊബൈലൊക്കെ പിടിച്ച് കളിക്കുമ്പോഴും ആവശ്യമില്ലാതെ സമയം കളയുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാവുന്ന അല്ലെങ്കിൽ അവർക്ക് മാതൃകയാക്കാവുന്ന ഒരു വിശുദ്ധനാണ് ഇവിടെ നമുക്ക് കാർലോയിലൂടെ ലഭിച്ചിരിക്കുക. ആ മക്കളോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളെപ്പോലെ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ കുട്ടി ചെയ്തത് എന്താണ്? മറ്റുള്ളവർക്ക് നല്ലത് വരാൻ വേണ്ടി, പ്രത്യേകിച്ച് ഈശോയിലുള്ള വിശ്വാസം കൂടുതൽ ആഴപ്പെടുന്നതിന് വേണ്ടി ദിവ്യകാന്യ അത്ഭുതങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചു. ആര് അതിനെക്കുറിച്ച് പരിശോധിച്ചാലും അതിലൂടെ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം എന്താണ്, അത് എങ്ങനെയാണ്, എവിടെയാണ്, എപ്പോഴാണ് സംഭവിച്ചത്, അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും തൻ്റെ വെബ്സൈറ്റിൽ അദ്ദേഹം രേഖപ്പെടുത്തി. അത് എന്തെങ്കിലും സംശയമുള്ളവർക്ക് പോലും എടുത്ത് പരിശോധിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം തയ്യാറാക്കിയത്. ഇതെല്ലാം ചെയ്യുമ്പോൾ എന്താണ് ഒരു ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ? ഇതിലൂടെ ഞാൻ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. അദ്ദേഹത്തിൻ്റെ മാതാവ് പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കൽ പോലും വിശുദ്ധ കുർബാനയോ അതിനുശേഷമുള്ള ജപമാലയോ അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ആരാധനയോ ഒരിക്കലും മുടക്കിയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് വിശുദ്ധ കാർലോ. അപ്പോൾ ചെറുപ്പം മുതലേ ഉണ്ടായ ഒരു ഫോർമേഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടിയാണ്. കാരണം നമ്മുടെ മക്കളെ ദിവ്യബലികൾക്ക് പോകുവാൻ നിർബന്ധിച്ച് പറഞ്ഞയക്കണം അല്ലേ? ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് അഡിക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയല്ല, മറിച്ച് അത് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളെ ഇന്ന കാര്യം കൂടി അവരെ പറഞ്ഞു പഠിപ്പിക്കുക, അതിനു വേണ്ടി തയ്യാറാക്കി വിടുക. ഇവിടെ ഒരു ദിവ്യബലി പോലും മുടക്കാതെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കുട്ടിയെ സഹായിച്ചത് അവൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് അല്ലേ? തൻ്റെ മകനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ആ വേളയിൽ ആ മാതാവും അപ്പനും എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാകും. കാരണം തങ്ങളുടെ കൈ പിടിച്ച് ദേവാലയത്തിൽ പോയ ആ കുഞ്ഞ് ഇതാ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടുന്നു. അത് കാണാനുള്ള അപൂർവമായ ഒരു ഭാഗ്യമാണ് ആ മാതാപിതാക്കൾക്ക് ലഭിച്ചതുപോലും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ മക്കളെ വിശുദ്ധരായിട്ട് മാറ്റുക. അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ മക്കളെ ഇത് നല്ല കാര്യത്തിൽ ഉപയോഗിക്കാൻ കേട്ടോ, അത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം അല്ലേ? ഈ ഗെയിം കളിച്ചും PUBG കളിച്ചൊക്കെ ഇരിക്കുന്ന പിള്ളേർ അത് ഫുൾ ടൈം അതിലേക്ക് അഡിക്റ്റായിട്ട് മാറുകയാണ്. അതേസമയം ഇവിടെ ഈ 15 വയസ്സുകാരൻ ചെയ്തത് എന്താണ്? 7-ാമത്തെ വയസ്സിൽ ഈ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഒരു വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നത്.
അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പോലും ആ ഒരു പർപ്പസോട് കൂടിയാണ്, വിശദനാവാൻ വേണ്ടി അല്ല കേട്ടോ. നമുക്ക് കിട്ടിയ അറിവുകൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കൊടുക്കുക, പ്രത്യേകിച്ച് ആത്മീയമായിട്ട് മറ്റുള്ളവരെ വളരുവാൻ സഹായിക്കാൻ ഈ ഒരു ചെറിയ വീഡിയോകൾ പറ്റുമെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആ തുടക്കത്തിലും പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഒരാൾക്ക് എൻ്റെ വീഡിയോ ഒരു പ്രചോദനമായാൽ ഞാൻ ഒത്തിരിയേറെ നന്ദിയുള്ളവനായിരിക്കുമെന്ന് ആദ്യത്തെ ആ ഒരു ചാനൽ ഇറക്കിയ സമയത്ത് തന്നെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ആ ഒറ്റ ഒരു പർപ്പസാണ്. പക്ഷേ ഇവിടെ ഈ കാർലോ എത്രമാത്രം ആളുകളെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്, ദിവ്യകാരുണ്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ സഹായിച്ചു. ആ അത്ഭുതങ്ങൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അതിലൂടെ ഇന്നും ജീവിക്കുന്നവനാണ് നമ്മുടെ ക്രിസ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വലിയ ഒരു പ്രഭാഷകനായിട്ട് മാറി. വാക്കുകളിലൂടെയല്ല, തൻ്റെ കയ്യിൽ പിടിയിൽ ഒതുങ്ങിയ ആ ഇൻ്റർനെറ്റിലൂടെ ലോകം മുഴുവൻ ഒരു വെബ്സൈറ്റ് പോലെ ഈശോയെ എത്തിക്കാൻ സാധിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ? ഡെയിലി ഈ ഗെയിം കളിക്കുന്ന സമയത്ത് ഒരു വചനം പങ്കുവയ്ക്കാമല്ലോ അല്ലേ? ബൈബിളിൽ നിന്ന് ഒരു വചനം വളരെ ആകർഷമായി എഡിറ്റ് ചെയ്യുന്ന ഒത്തിരിയേറെ കുഞ്ഞുങ്ങളുണ്ടാകും അല്ലേ? ആ എഡിറ്റ് ചെയ്യുന്ന അവസരത്തിൽ എന്തുകൊണ്ട് കർത്താവിൻ്റെ ഒരു വചനം പ്രചരിപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിച്ചുകൂടാ? ഒരു ദിവസം ഒരു ബൈബിൾ വചനം ഒക്കെ വളരെ ആകർഷകമായ രീതിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തൊന്ന് പബ്ലിഷ് ചെയ്ത് നോക്കി, തീർച്ചയായും മറ്റുള്ളവർക്ക് അത് പ്രചോദനമായിട്ട് മാറും. എല്ലാ ദിവസവും വചനം വായിച്ച് പോകാനുള്ള ഒരു അവസരമായിട്ട് അത് മാറും. കാരണം ഇന്നത്തെ കുട്ടികളെല്ലാം കൂടുതലും മൊബൈലുമായിട്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ ഇതുപോലെ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിലും ആത്മീയമായിട്ട് വളരാനുള്ളൊരു അവസരമല്ലേ അത് നൽകുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അത് ഈശോയെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുക. ഈ വചനം എഡിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മൂവി പിടിക്കാൻ ആഗ്രഹമുണ്ടോ? ഷോർട്ട് ഫിലിം ചെയ്യുന്നവരാണോ നിങ്ങൾ? ചെറിയൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയാ? ഈശോയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ചെയ്യാമല്ലോ അല്ലേ? ഈശോയുമായിട്ടുള്ള നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് അവതരിപ്പിക്കാമല്ലോ. അല്ലെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? അത് ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഈ വചനം പങ്കുവയ്ക്കുന്നതും വീഡിയോ ഉണ്ടാക്കുന്നതും അല്ലാതെ നിങ്ങൾക്ക് എന്തെല്ലാം രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഈശോയെ പ്രചരിപ്പിക്കാൻ സാധിക്കും, അതിനുവേണ്ടി ഉപയോഗിക്കാമല്ലോ. ഇനി ഗെയിം കളിക്കുന്ന കുട്ടികളുടെ ആകർഷിക്കാൻ വേണ്ടി എന്തിന് ഈശോയുമായിട്ട് ബന്ധപ്പെട്ട ഗെയിം നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ അല്ലേ? അതൊക്കെ ചെയ്യുമ്പോൾ, കാരണം ഈ വെബ്സൈറ്റ് അദ്ദേഹം തയ്യാറാക്കിയത് എന്തിനാണ്? ദീപികാരുടെ അത്ഭുതങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗെയിം ക്രിയേറ്റ് ചെയ്യാം. അതിൽ എപ്പോഴും നന്മ ജയിക്കുന്നിടത്ത് തീർച്ചയായും നമുക്ക് ഈശോയെ കൊണ്ടുവരാൻ സാധിക്കും അല്ലേ? പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് കുട്ടികളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് എത്താൻ സാധിക്കുന്ന ഒരു മാധ്യമം എന്ന് പറയുന്നത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റൊക്കെയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും വരുന്ന തലമുറയെ ഈശോയോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കും. ഈശോയോടൊപ്പം ചരിക്കുന്നവരാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലൂടെ പ്രത്യേകിച്ച് വിശുദ്ധ കാർലോയെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ കാർലോയെ പോലെ ഒത്തിരിയേറെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഉപയോഗപ്പെടുത്തി ഈശോയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഈശോയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ നേടിയെടുക്കുക. അതിന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ കാർലോയുടെ പ്രത്യേകമായ മാധ്യസ്ഥ തേടുന്നു. പ്രത്യേകിച്ച് മൊബൈലിന് അഡിക്റ്റായി മാറിയ നമ്മുടെ കുഞ്ഞുങ്ങൾ തിരികെ ഈശോയ്ക്ക് വേണ്ടി നിൽക്കുന്ന പടയാളികളായിട്ട് മാറുവാൻ, അതും ഇൻ്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഈശോയെ പ്രചരിപ്പിക്കുന്ന നല്ല ധൈര്യമുള്ള ധീരതയുള്ള പടയാളികളായിട്ട് മാറുവാൻ സഹായിക്കട്ടെ. അതിന് തീർച്ചയായും വിശുദ്ധ കാർലോയുടെ പ്രത്യേകമായ മാധ്യസ്ഥ സഹായവും പ്രത്യേക ശക്തിയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കും.